നമസ്കാരം. ഇന്ന് ഡിസംബർ 15 തിങ്കൾ, വൃശ്ചികം 29. പുതിയൊരു വാർത്താ പുലരിയിലേക്ക് 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ ചേരും. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് ഒപ്പം തിരുവനന്തപുരത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ, വിവരങ്ങൾ. ഉമേഷ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് നേതൃതലത്തിൽ CPM CPI നേതൃത്വത്തിലെ യോഗങ്ങൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി അത് പ്രധാനമായി നേതൃയോഗങ്ങൾ ഇന്ന് വിലയിരുത്തും. CPIയും സംസ്ഥാന കമ്മിറ്റി യോഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരും. CPIയുടെ എക്സിക്യൂട്ടീവ് യോഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. എന്തായാലും രാവിലെ തന്നെ യോഗങ്ങൾ തുടരും. പ്രധാനമായി സർക്കാർ വിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമിക വിലയിരുത്തൽ. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള കൂടാതെ ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തിരിച്ചടിയായി എന്ന് പ്രാഥമികമായി വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ യോഗത്തിന് പ്രത്യേകത, ഇന്ന് പ്രധാനമായി വോട്ട് കണക്കുകൾ, അതിൻ്റെ ശതമാന കണക്ക്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ജില്ലകളിലേറ്റ തിരിച്ചടികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രധാനമായി ചർച്ച ചെയ്യും. ഒപ്പം അധികാരം കിട്ടിയ മേഖലയിൽ പ്രസിഡന്റ് അടക്കമുള്ള വിഷയങ്ങളിൽ, പ്രസിഡന്റിനെയും മേയർ അടക്കമുള്ള കോഴിക്കോട് അടക്കം മേയർ തീരുമാനിക്കേണ്ടത്, ഈ കാര്യങ്ങളിലെല്ലാം ഒരു അന്തിമ തീരുമാനം എടുക്കും. മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നീക്കുപോക്ക്, പ്രത്യേകിച്ച് UDF-ഉമായുള്ള ഏതെങ്കിലും നീക്കുപോക്ക് നടത്തി ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കണമോ തുടങ്ങിയ കാര്യങ്ങൾക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാകും. എന്തായാലും ഇന്നത്തെ യോഗം നിർണായകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തിരുത്തേണ്ട കാര്യങ്ങൾ, അതെന്തെല്ലാമാണ്, എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റമുണ്ടാക്കണം, ഒപ്പം ഏതൊക്കെ രീതിയിൽ ജനങ്ങളുമായി തുടർ ആശയവിനിമയം നടത്തേണ്ടതുണ്ട് എന്നീ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകും. ഒപ്പം നേതൃത്വത്തിൻ്റെ വീഴ്ചകൾ ആരെങ്കിലും തുറന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതും നിർണായകമാണ്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല SITക്ക് മുന്നിൽ മൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ തുടർ നടപടികളിലേക്ക് SIT സംഘം കടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇതിൽ വിദേശ ബന്ധങ്ങളടക്കം ആരംഭിക്കപ്പെടുന്നുണ്ട്. ഈ ഈ വിഗ്രഹക്കടത്ത് ഉൾപ്പെടെയുള്ള ആഗോള ടീമുമായെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകളും ഇടപെടലുകളും നടന്നിട്ടുണ്ടെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രധാന ആരോപണം. ഇതിലൊരു വ്യവസായിക്ക് തനിക്ക് പറഞ്ഞ കാര്യങ്ങളാണ് എന്നാണ് രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യവസായിയെ കണ്ട് വ്യവസായിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി മറ്റേതെങ്കിലും രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനാകുമോ എന്നുള്ളതാണ് SIT സംഘം നോക്കുന്നത്. അതേസമയം ഈ വ്യവസായിയുടെ വിവരങ്ങൾ പുറത്തു പോകാൻ പാടില്ല, അതീവ രഹസ്യമായിട്ട് വേണം ഇത് നടത്താനെന്നുള്ള ആവശ്യം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായി അതീവ രഹസ്യമായിട്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട SIT സംഘത്തിന്റെ നീക്കം. അതേസമയം ഇതേ കേസിൽ തന്നെ മൂന്നാം പ്രതിയായ വാസുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. നേരത്തെ കൊല്ലം കോടതി 3 തവണ കോടതി പരിഗണിച്ചെങ്കിലും കൊല്ലം കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല. വാസുവിന് ജാമ്യം ലഭിച്ചാൽ അത് ഒരുപക്ഷെ വാസു പുറത്തേക്ക് ഇറങ്ങിയാൽ അത് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണത്തിലേക്ക് കടക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വാസുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നിർണായകവുമാണ്. ഉന്മേഷ്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലേക്കാണ് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്, കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് നിതിൻ? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ, ഒന്ന്, കൊച്ചി കോർപ്പറേഷനിൽ ഭരണം തിരിച്ചുപിടിച്ച കോൺഗ്രസ് UDF ഭരണം തിരിച്ചുപിടിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് മധ്യകേരളത്തിൽ പ്രധാനമായും ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് സംബന്ധിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് നേരെ നിർണായകമാണ്. കാരണം ബലാത്സംഗ കേസിൽ തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷയിൽ അത് തള്ളിയെ തുടർന്നാണ് പിന്നീട് ഹൈക്കോടതിയിലേക്ക് വരികയും ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് K. ബാബുവിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് പരിഗണിക്കുക. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് S. രാജീവാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകനായി ഹാജരാകുന്നത്. ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കും. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് വിധിയെങ്കിൽ ഒരുപക്ഷെ SITക്ക് ഈ തുടരന്വേഷണം അത് പുനഃക്രമീകരിക്കേണ്ടി വരും. അതല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ് വിധിയെങ്കിൽ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, പിന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയുള്ളൊരു കേസായിരുന്നു നേരത്തെ SIT എടുത്തത്. അതുമായി ബന്ധപ്പെട്ട് ഹർജിയാണ് ഇന്നിപ്പോൾ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചാണെങ്കിൽ ഏറെ നിർണായകമാണ്. 2 ബലാത്സംഗ കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. അതിലൊന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. പക്ഷേ മറ്റൊന്നിൽ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിരുന്നില്ല. പിന്നീടാണ് ഹൈക്കോടതി എത്തുകയും പിന്നീട് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞൊരു സാഹചര്യം ഉണ്ടായത്. മറ്റൊന്ന്, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ ബന്ധപ്പെട്ട മേയറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൽ UDFന് മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് UDF ഇത്തവണ ഭരണം തിരിച്ചുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വിലപേശലിൽ പോകാതെ വേഗത്തിൽ തന്നെ മേയർ ആരെന്ന കാര്യത്തിൽ അന്തിമ
തീരുമാനമെടുക്കും. ദീപ്തി മേരി വർഗീസിന്റെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ മിനിമോളുടെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വളരെ കരുതലോടുകൂടിയാണ് കോർപ്പറേഷൻ ഭരണം UDF അത് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഏറുന്നത്. പക്ഷേ മറ്റു ചില പേരുകളിലെ ചർച്ചകളും നടക്കുന്നുണ്ട്. ഈ മാസം 21-നാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കേണ്ടത്. അതിനു മുന്നോടിയായി തന്നെ വേഗത്തിൽ തന്നെ മേയർ ആരെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നുണ്ട്. അതിലൂടെ തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം കൊച്ചിയിൽ തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് തൃപ്പൂണിത്തുറ നഗരസഭയിലാണ്. ചരിത്രത്തിൽ ആദ്യമായി തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഇത്തവണ NDA അത് ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു നീക്കുപോക്ക്, രാഷ്ട്രീയ നീക്കുപോക്ക് ഇതിനും തന്നെ കോൺഗ്രസും CPM തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പരസ്യമായി അവർ ആരോപണ പ്രത്യാരോപണം നടത്തുന്നെങ്കിൽ പോലും ഒരു നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കുപോക്കിലേക്ക്, അതായത് BJP ഭരണത്തിൽ മാറ്റാനുള്ള രാഷ്ട്രീയ നീക്കുപോക്കിലേക്കുള്ള ചർച്ചകൾ ഇതിനും തന്നെ തൃപ്പൂണിത്തുറയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്കാണ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ? സമീർ. ഗുഡ് മോർണിംഗ് ഉന്മേഷ്. തിരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മലബാറിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഴിക്കോട് UDFിനുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം. ആ വേളയിൽ തന്നെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ വലിയ തോൽവി. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. അതോടൊപ്പം ഇന്ന് UDFിന്റെ ജില്ലാ നേതൃയോഗം കോഴിക്കോട് ചേരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയാസിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. വളരെയേറെ ഉറച്ച ഒരു വാർഡിൽ നിന്നാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് KPCC ജനറൽ സെക്രട്ടറി മത്സരിച്ചത്. പക്ഷേ അമ്പാടെ പരാജയപ്പെടുന്നു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് നിയാസ് തന്നെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. തനിക്ക് ജയിക്കാവുന്ന വാർഡാണ് നിർത്തിയത്. പക്ഷേ അവിടെ നേതാക്കളുടെ അതുപോലെ പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായി. അത്തരം കാര്യങ്ങൾ കൂടി അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ വേളയിൽ കൂടിയാണ് ഇന്നത്തെ ജില്ലാ നേതൃയോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിഞ്ഞ 47 വർഷമായി LDFിൻ്റെ വലിയ കുത്തകയായിട്ടുള്ള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവർക്കൊരു കാതലായ ഞെട്ടൽ നൽകാൻ അവരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം UDFിന് സാധ്യമായി. അവർക്ക് 28 സീറ്റുകളിലേക്ക് വിജയിച്ച് കയറാൻ കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള വിഷയങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള അവരുടെ വലിയ മുന്നേറ്റവും. ജില്ലാ പഞ്ചായത്ത് ഭരണം ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് UDF പിടിച്ചെടുത്തിരിക്കുന്നു. അത്തരം കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും എന്നുള്ള കാര്യം കൂടി UDF വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു വേളയിൽ ഇന്നത്തെ ഈ യോഗത്തിന് ശേഷം ഒരുപക്ഷെ മേയർ സ്ഥാനാർത്ഥി ആര് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരും എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനാവുന്നു. ഇതോടൊപ്പം തന്നെയാണ് LDFിനെ സംബന്ധിച്ചും വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇത്രയധികം കാലം കുത്തകയാക്കിയിരുന്ന കോർപ്പറേഷനിലെ ഭരണം നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിലവിൽ ഏറ്റവും കൂടുതൽ സീറ്റ് അവർക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സാഹചര്യത്തിൽ അവർ തന്നെയായിരിക്കും മേയർ ആകുന്നതും അതുപോലെ തന്നെ ഭരണവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. അതിൽ ആരായിരിക്കണം മേയർ എന്നത് സംബന്ധിച്ചുള്ള വലിയ ഒരു പ്രതിസന്ധി ഇപ്പോൾ LDFിനകത്ത് നിലനിൽക്കുന്നുണ്ട്. LDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു മീഞ്ചാതിയിൽ നിന്ന് മത്സരിച്ച നിലവിലെ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്. പക്ഷേ മുസാഫർ അഹമ്മദ് വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. അവിടെ UDFിൻ്റെ SK അബൂബക്കറാണ് വിജയിച്ചു കയറിയത്. മുസാഫിറിൻ്റെ ഈ തോൽവിയോട് കൂടിയാണ് ആരായിരിക്കണം മേയർ എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളിലേക്ക് LDF കടന്നിരിക്കുന്നത്. ഇന്നലെ LDFിൻ്റെ യോഗമുണ്ടായിരുന്നു. അതിലൊക്കെ വലിയ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. മുസാഫിറിൻ്റെ തോൽവിയെ സംബന്ധിച്ച് വലിയ ഞെട്ടലാണ് LDFിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം ഒരു വേളയിൽ ആരായിരിക്കണം മേയർ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് LDF കടക്കും. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പേരുകൾ നിലവിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള S ജയശ്രീയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ O സദാശിവൻ, K രാജീവൻ, അതുപോലെ മുൻ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന അനിതാകുമാരി എന്നിവരുടെ പേരും അതുപോലെ സുജാതയുടെ പേരും ഉയർന്നു വരുന്നുണ്ട്. ജയശ്രീയുടെ പേര് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പരിഗണിക്കപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഉന്മേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പാർലമെന്റിൽ ഇന്ന് കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ പ്രതിഷേധിക്കും. രാവിലെ 10:30 പാർലമെന്റ് കവാടത്തിലാണ് പ്രതിഷേധം. വായുമലിനീകരണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി ഇന്ന് ലോക്സഭയിൽ നോട്ടീസ് നൽകും. കഴിഞ്ഞ ദിവസം ലോക്സഭയിലെ ശൂന്യവേളയിൽ വായുമലിനീകരണം സംബന്ധിച്ചുള്ള തുറന്ന ചർച്ച വേണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം രാജ്യസഭയിൽ ഇന്ന് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ചുള്ള ചർച്ച തുടരും. 2 ധനവിനിയോഗ ബില്ലുകൾ മന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ജോർദാനിലാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം. ജോർദാൻ രാജാവ് അബ്ദുള്ള ബിൻ അൽ ഹുസൈനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് എത്യോപ്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുമായും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ചർച്ചകളിൽ പങ്കെടുക്കും. എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. 17, 18 തീയതികളിലാണ് ഒമാൻ സന്ദർശനം. പ്രധാനമന്ത്രിക്കൊപ്പം ഉന്നതതല സംഘവും ഒമാനിലെത്തും. പ്രതിരോധം, വ്യാപാരം, കൃഷി, ഊർജ്ജം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള കരാറുകളിൽ ഒപ്പുവയ്ക്കും.
തമിഴക വെട്രിക്കഴകം ഈറോഡിൽ ഈ മാസം 18-ന് പൊതുയോഗം നടത്താൻ പോലീസ് അനുമതി. വിജയമംഗലം ടോൾ ഗേറ്റിന് സമീപത്തെ ഗ്രൗണ്ടിലാണ് യോഗം നടക്കുക. കരൂർ ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് വിജയ് തമിഴ്നാട്ടിൽ പൊതുവേദിയിലെത്തുന്നത്. നേരത്തെ കാഞ്ചീപുരത്ത് ഉള്ളരങ്ങ് എന്ന പേരിൽ ഇൻഡോർ യോഗം നടത്തിയിരുന്നു. കർശന സുരക്ഷാ മാനദണ്ഡങ്ങളാണ് പോലീസ് നൽകിയിരിക്കുന്നത്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പൊതുയോഗത്തിന് അനുമതി. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അനിഷ്ട സംഭവങ്ങളുണ്ടായാൽ യോഗം നിർത്താനുള്ള പൂർണ്ണ അധികാരം പോലീസിനുണ്ടാകും തുടങ്ങി 84 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മധുരയിലെ കാർത്തിക ദീപ വിവാദത്തിൽ മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിൽ ഇന്നും വാദം തുടരും. ജസ്റ്റിസുമാരായ ജി ജയചന്ദ്രൻ, കെ രാമകൃഷ്ണൻ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലെ കാർത്തിക ദീപം തെളിയിച്ചുവെന്നതിന് തെളിവുകളില്ലെന്ന് കഴിഞ്ഞ ദിവസം AG വാദിച്ചിരുന്നു. മലയ്ക്ക് മുകളിലെ സിക്കന്ദർ ദർഗയ്ക്ക് സമീപത്തെ ദീപത്തൂണിൽ ദീപം തെളിയിക്കരുതെന്ന് 2014-ലും 2017-ലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ടെന്നും AG വാദിച്ചു. 1923 മുതലുള്ള വിധികളും AG കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇന്ന് കേസിലെ മറ്റ് ഹർജിക്കാരുടെ വാദം നടക്കും. എഴുത്തുകാരനും നിരൂപകനുമായ KP അപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 17 വർഷം. സ്നേഹനിധിയായ അധ്യാപകനായും നിരൂപകനായും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ പ്രതിഭാശാലിയായിരുന്നു KP അപ്പൻ. ആശയങ്ങളുടെ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് കൊത്തിയെടുത്ത ശില്പങ്ങളായിരുന്നു KP അപ്പന്റെ വിമർശനങ്ങൾ. ഏകാന്തതയുടെ ധ്യാനാവസ്ഥയിൽ സംഗീതം പോലെ ഒഴുകിയിറങ്ങിയ വാക്കുകളുടെ നദിയായിരുന്നു KP അപ്പന്റെ നിരൂപണം. മലയാള ഭാഷയെ അത് ജീവസുറ്റതാക്കി. മലയാളിയുടെ ചിന്താമണ്ഡലം പുതുക്കി പണിതു. സാഹിത്യ വിമർശനം അപ്പന് സർഗാത്മക സാഹിത്യത്തിലൂടെയുള്ള സാഹസികമായ ഒരു പര്യടനമായിരുന്നു. യാഥാസ്ഥിതിക വിമർശന രീതികളെ പാടെ അട്ടിമറിച്ചുകൊണ്ടാണ് അപ്പൻ ആധുനിക വിമർശനത്തിന് സൗന്ദര്യപരമായ അടിത്തറ നിർമ്മിച്ചത്. KP അപ്പനെ സംബന്ധിച്ചിടത്തോളം വിമർശനം വിമർശകന്റെ ആത്മകഥയുടെ ഭാഗം തന്നെയായിരുന്നു. 1972-ലാണ് ആദ്യ കൃതിയായ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷമെന്ന ലേഖന സമാഹാരം പുറത്തുവന്നത്. ബൈബിളിന്റെ സ്വാധീനമുള്ള KP അപ്പന്റെ എഴുത്ത് ശൈലി ശ്രദ്ധേയമായി. ആലപ്പുഴ ജില്ലയിലെ പൂന്തോപ്പിൽ പത്മനാഭൻ കാർത്തിയായനി ദമ്പതികളുടെ മകനായി ജനിച്ച KP അപ്പൻ ആലുവ UC കോളേജ്, ചേർത്തല SN കോളേജ്, കൊല്ലം SN കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. KP അപ്പന് 24-ന്റെ ശ്രദ്ധാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. കാസർഗോഡ് ജില്ലയിൽ 24 കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിക്കുന്ന 10ാമത്തെ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഗൗരിയടക്ക സ്വദേശി സാവിത്രിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കാറടുക്ക പഞ്ചായത്തിലെ ഗൗരിയടുക്ക കോളിഗജെ സ്വദേശികളായ സാവിത്രിക്കും മകൾ നവ്യയ്ക്കുമാണ് ഇത്തവണ വീടൊരുങ്ങിയത്. ആശാവർക്കറായ സാവിത്രി നിരവധി തവണ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ വീട് ലഭിച്ചില്ല. ബിരുദ വിദ്യാർത്ഥിനിയായ മകൾ നവ്യയുടെ വിദ്യാഭ്യാസത്തിനിടയിൽ സ്വന്തമായൊരു വീട് അന്യം നിന്നു. ഇതിനിടയിലാണ് 24 കണക്റ്റിനെ സമീപിച്ചത്. വീടിന്റെ താക്കോൽദാനം 24 കാസർഗോഡ് ജില്ലാ റിപ്പോർട്ടർ അരുൺ പാറയ്ക്കൽ നിർവഹിച്ചു. കണക്ട് ജില്ലാ കോർഡിനേറ്റർ സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇനി സ്വന്തം വീട്ടിലേക്ക് സാവിത്രിക്കും നവ്യയ്ക്കും താമസം മാറാം. കുറേ വർഷമായി ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഇതൊരു വീട് എനിക്ക് ഇത്ര പെട്ടെന്ന് എനിക്കൊരു വീടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും എനിക്ക് ഈ വീടിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ജില്ലയിൽ നിർമ്മിച്ചു നൽകിയ 5 വീടുകളുടെ താക്കോൽദാനം കൂടി ഉടൻ നടക്കും. 24 കാസർഗോഡ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ പ്രദർശന നഗരിയിലെത്തിയാൽ ചലച്ചിത്രമേളയിലെ 30 വർഷത്തെ സിനിമാ പാരമ്പര്യം തൊട്ടറിയാം. എക്സ്പീരിയൻസി എന്ന പേരിൽ ചലച്ചിത്ര അക്കാദമിയാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 1994-ൽ കോഴിക്കോട് ആദ്യമായി തിരികൊളുത്തിയ സിനിമാ പ്രണയത്തിന്റെ വെളിച്ചം ഇന്നും അതേ ശോഭയിൽ ഈ പവലിയനിൽ പ്രതിഫലിക്കുന്നുണ്ട്.
ആദ്യ ചലച്ചിത്രോത്സവത്തിന്റെ പ്രദർശന ചിത്രങ്ങളും ലോകം വാഴ്ത്തിയ സംവിധായകരുടെ കാലഘട്ടങ്ങളും കഴിഞ്ഞ 29 വർഷത്തിലെ IFFK കിറ്റുകൾ, ഡെലിഗേറ്റ് ID എന്നിവയും സിനിമ മാത്രം നിറഞ്ഞു നിന്ന ഒട്ടേറെ ഫ്രെയിമുകളും ആരാധകർക്ക് മുന്നിൽ പ്രദർശനത്തിനെത്തുന്നുണ്ട്. നമ്മുടെ കാർഡില്ലേ, ഈ കാർഡ് വരെ വർഷങ്ങൾക്ക് മുമ്പത്തെ 30 വർഷത്തെ കാർഡ് ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ, പിന്നെ സഞ്ചി, നമ്മുടെ ബുക്ക്, പിന്നെ പഴയ കുറേ സിനിമകളുടെ ജൂറി ഡീറ്റെയിൽസ്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയാണ് അവർ മേക്ക് ചെയ്തേക്കുന്നത് ഇവിടെ. ഇറ്റ് ഗോസ് ഡൗൺ ദ മെമ്മറി ലൈൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ, കാഞ്ചന സീത ഉൾപ്പെടെയുള്ള ക്ലാസിക്കുകളുടെ പോസ്റ്ററുകളും സിനിമയുടെ ഇന്നലകളിലേക്ക് വെളിച്ചം വീശുന്നു. ഇത് കണ്ടപ്പം എന്താ പറയുക, ഒരു ഗൂസ്ബം ഫീലിംഗ് ആയിരുന്നു. ഇതിനകത്ത് ഈ 30 വർഷത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററി കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഗോദാർദ് മുതൽ MD PN മേനോൻ, ശാരദ ഉൾപ്പെടെയുള്ളവരുടെ ഒറ്റ ഫ്രെയിം പ്രദർശനത്തിലെ മുഖ്യ ആകർഷണമാണ്. എക്സ്പീരിയൻസിയ എന്ന പേരിൽ മേളയുടെ ചരിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ചലച്ചിത്ര അക്കാദമിയാണ്. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 30 വർഷത്തെ എക്സ്പീരിയൻസ്, അതുതന്നെയാണ് എക്സ്പീരിയൻസിയ. ക്യാമറമാൻ സന്തോഷ് ചേകർക്കൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24 കണക്റ്റുമായി ചേർന്ന് വയനാട് അമ്പലവയലിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. ഒന്നയാർ സ്വദേശികളായ സാജിദ് ഷാഹിന ദമ്പതികൾക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത്. കഴിഞ്ഞ 7 വർഷമായി ഷെഡിലായിരുന്നു 2 കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം കഴിഞ്ഞിരുന്നത്. സാജിദിന്റെയും ഷാഹിനയുടെയും ജീവിതം തണലിലേക്ക് മാറുകയാണ്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും കൈകോർത്തപ്പോൾ ഒരു വീട് യാഥാർത്ഥ്യമാവുകയാണ്. ഈ സംരംഭം വഴി നിർമ്മിക്കുന്ന 100 വീടുകളിൽ ഒന്നാണ് അമ്പലവയലിൽ പൂർത്തിയായത്. വീടിന്റെ താക്കോൽദാനം 24 വയനാട് ബ്യൂറോ ചീഫ് സുർജിത് അയ്യപ്പത്തും 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കരയും ചേർന്ന് നിർവഹിച്ചു. കഴിഞ്ഞ 7 വർഷമായി ഷെഡിൽ തന്നെയാണ് താമസം. അന്നപ്പോൾ ചിത്തിരപ്പള്ളിയും ഫൗണ്ടേഷനും ഒരു വീട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മനോജ് സാറ് മൂപ്പരെ ഒരടിച്ചുറപ്പുള്ള വീട് കിട്ടിയതിന് വളരെയധികം സന്തോഷം. 7 വർഷമായിട്ട് ഇതുവരെ ഷെഡിലായിരുന്നു. നമ്മൾ പഞ്ചായത്തിലൊക്കെ ഒരുപാട് അപേക്ഷിച്ചിരുന്നു, കിട്ടിയിട്ടില്ല. അവസാനം വീടെന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എത്താൻ സഹായിച്ച 24 കണക്റ്റിനും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. 420 സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് നിർമ്മിച്ചിരിക്കുന്നത്. തറക്കല്ലിട്ട് 9 മാസത്തിനകമാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ഒരു കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുന്ന ഒരു ഷെഡിലാണ് അവർ താമസിക്കുന്നത്. വളരെ ദയനീയകരമായ അന്തരീക്ഷമായിരുന്നു. അവർക്ക് നല്ലൊരു വീട് കിട്ടിയതിന് അവരെപ്പോലെ തന്നെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. അർഹതപ്പെട്ടവർക്കൊരു വീട് കൊടുക്കുവാൻ കഴിഞ്ഞു. അവർക്കതിൽ നനയാതെ കാറ്റടിക്കാതെ സുരക്ഷിതമായി കഴിയാൻ കൊടുക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. 2 കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം 7 വർഷമായി കഴിഞ്ഞിരുന്നത് സുരക്ഷിതമല്ലാത്ത ഷെഡിലായിരുന്നു. 24 കണക്ട് വയനാട് ജില്ലാ കോർഡിനേറ്റർ ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ, 24 പ്രതിനിധികളായ മനു ദാമോദരൻ, പ്രകാശൻ പള്ളത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട്. ഗോപു നന്ദിലത്ത് ജിമാർട്ടിന്റെ അത്തം പത്തോണം ലാഖ്പതി ഓഫറിന്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ പൂങ്കുന്നത്തെ ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഷോറൂമിൽ വെച്ചായിരുന്നു സമ്മാന വിതരണം. അത്തം മുതൽ ഉത്രാടം വരെ നന്ദിലത്ത് ജിമാർട്ടിന്റെ എല്ലാ ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 10 ഭാഗ്യശാലികൾക്കാണ് ലാഖ്പതി ഓഫർ സമ്മാനമായ 1 ലക്ഷം രൂപ വീതം ലഭിച്ചത്. കഴിഞ്ഞ ഓണക്കാലത്ത് ഗോപുനന്ദ ജിമാർട്ട് സമർപ്പിച്ച ഒരു ഓഫറായിരുന്നു അത്തം പത്തോണം ലാഖ്പതി ഓഫർ. ഡെയിലി 1 ലാഖ് വെച്ചാണ് ഓഫർ ഉണ്ടാകുന്നത്. ഗോപുനന്ദ ജിമാർട്ട് സംബന്ധിച്ചോളം 43 വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ഗോപുനന്ദ ജിമാർട്ട്. തൃശൂർ സ്വദേശികളായ സനൽ TS, ആഷ്ന KV, രജീഷ് KK, കൊല്ലം സ്വദേശികളായ അനില, A മോഹനകുമാരി, മലപ്പുറം സ്വദേശികളായ N ദിൽന ഷെറിൻ, K നിവേദ്, കോട്ടയം സ്വദേശി ദക്ഷ K വിഷ്ണുദേവ്, തിരുവനന്തപുരം സ്വദേശി ജോയ് സുരേന്ദ്രൻ, എറണാകുളം സ്വദേശി PM കലേശൻ എന്നിവരാണ് വിജയികൾ.
ക്രിസ്മസിനും പുതുവത്സരത്തിനും ഓഫറുകൾ ഉണ്ടാവുമെന്ന് ഗോപു നന്ദിലത് ജിമാർട്ട് അറിയിച്ചു. ക്രിസ്മസ് ന്യൂ ഇയർ എന്നും ഗോപുനാഥ് ജിമാർട്ടിന് ഓണം കഴിഞ്ഞ ഒരു സെക്കൻഡ് ഓഫർ എന്ന രീതിയിലാണ്. അതിൻ്റെ ഓഫേഴ്സ് നമ്മൾ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്. 24 തൃശൂർ. പോത്തീസിന്റെ പുതിയ ഷോറൂം ചെന്നൈ പാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ യു സുബ്ബറാവു ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ഏഴ് നിലകളിലായി 5 ലക്ഷം സ്ക്വയർ ഫീറ്റ്. പോത്തീസും പോത്തീസ് സ്വർണ്ണമഹലും ഉൾപ്പെടെ എല്ലാം ഒരു കുടക്കീഴിൽ. സിൽവർ ജൂബിലി ആഘോഷവേളയിലാണ് പോത്തീസിന്റെ ഏറ്റവും വലിയ ഷോറൂം ഉപഭോക്താക്കൾക്കായി തുറന്നത്. போத்தீஸை பற்றி உங்களுக்கு தெரியும். ட்ரெஸ்ஸஸை பற்றி பட்டுச்சேரைகள் மற்ற ட்ரெஸ்ஸஸ் எல்லாமே இருக்கும், எப்போவுமே இருக்கும். அதோடு சேர்த்து போத்தீஸ் ஸ்வர்ணமஹால், போத்தீஸ் ஸ்வர்ணமஹாலும் மிகப்பெரிய அளவில் ஆரம்பிக்கப்பட்டிருக்கிறது. ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 21 വരെ എല്ലാ വസ്ത്രങ്ങൾക്കും 10% വിലക്കുറവുണ്ട്. സ്വർണം പവന് 2000 രൂപയും ഡയമണ്ട് കാരറ്റിന് 10000 രൂപയും കുറവുണ്ട്. സൂപ്പർ മാർക്കറ്റ്, ഫർണിച്ചർ, ഇലക്ട്രോണിക്സ് തുടങ്ങി ആവശ്യമായതെല്ലാം പോത്തീസിന്റെ പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. 24 ചെന്നൈ. ഇപ്പോൾ വരുന്നൊരു വാർത്ത. പുകമഞ്ഞിൽ വലയുന്നു ഡൽഹി എന്നതാണ്. ദൃശ്യപരിധി പലയിടത്തും പൂജ്യമായി. വായു ഗുണനിലവാര നിരക്ക് ഗുരുതര വിഭാഗത്തിൽ തുടരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. നിലവിലെ സ്ഥിതി എന്താണ് ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. അതീവ രൂക്ഷമാണ് ഉത്തരേന്ത്യയിലെ സാഹചര്യം. കഴിഞ്ഞ 4 ദിവസങ്ങളായി ശക്തമായ പുകമഞ്ഞ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ തുടരുകയാണ്. ഇന്ന് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അതീവ രൂക്ഷമായ സാഹചര്യമാണ്. പലയിടങ്ങളിലും ദൃശ്യപരിധി 0 മീറ്റർ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് പോലും 5 മീറ്ററിൽ കൂടുതൽ ദൂരത്തേക്ക് കാണാൻ കഴിയാത്ത അത്രയും ശക്തമായ മൂടൽമഞ്ഞ് അല്ലെങ്കിൽ പുകമഞ്ഞ് മൂടിയിരിക്കുകയാണ്. ഇത് വാഹന ഗതാഗതം പോലും അസാധ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിച്ചു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ട്. അതിൻ്റെ കണക്കുകൾ വരേണ്ടതുണ്ട്. പഞ്ചാബിലെ അമൃത്സർ, ഒപ്പം തന്നെ പട്ന, കൂടാതെ ലക്നൗ, ഡൽഹി തുടങ്ങിയ വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ ദൃശ്യപരിധി 100 മീറ്ററിലും താഴെയാണ് രേഖപ്പെടുത്തുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം മലിനീകരണവും അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി ഗുരുതര വിഭാഗത്തിലാണ് ഡൽഹിയിലെ വായുഗുണ നിലവാര നിരക്ക്. ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 493 ഡൽഹിയിലെ വായുഗുണ നിലവാര സൂചിക. ഈ ഒരു പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം മുതൽ GRAP 4 മാനദണ്ഡങ്ങൾ കർശനമായി തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. സ്കൂളുകൾക്ക്, മറ്റും 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ഓഫീസുകളിൽ ഉൾപ്പെടെ 50% വർക്ക് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ നിരോധനവും ഒപ്പം തന്നെ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ മലിനീകരണത്തെ നിയന്ത്രിക്കാനുള്ള തീവ്ര ശ്രമം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. അതേസമയം ഈ പുകമഞ്ഞിന്റെ സാഹചര്യം അതീവ രൂക്ഷമായി തന്നെ തുടരുന്നു. തൊട്ട് അടുത്തുള്ള വസ്തുക്കൾ പോലും കാണാൻ കഴിയാത്ത തരത്തിൽ ശക്തമായ പുകമഞ്ഞ് ഇത്തവണ ഡൽഹിയെ ബാധിച്ചിരിക്കുന്നു. അത് ഇത്തവണ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. മഴ ശക്തമായി തന്നെ ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ നീണ്ടു നിൽക്കുന്ന പുകമഞ്ഞ് സീസൺ ഇത്തവണ ഉണ്ടാകും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്ന മുന്നറിയിപ്പ്. അതെന്നാൽ ആദ്യ ദിവസങ്ങളിൽ നീണ്ടുപോയി എങ്കിൽ പോലും അതീവ ശക്തമായ തരത്തിലുള്ള പുകമഞ്ഞാണ് ഇപ്പോൾ ഡൽഹിയെ ബാധിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ഇത് ജനജീവിതത്തെ ബാധിക്കുമല്ലോ സ്വാഭാവികമായും. ഈ നിയന്ത്രണങ്ങൾ എന്ന തരത്തിൽ ഇപ്പോൾ പുതിയ എന്തെങ്കിലും നടപടികൾക്ക് തുടക്കമായിട്ടുണ്ടോ ബൽറാം? ഉന്മേഷ്, ഈ മലിനീകരണത്തെ നിയന്ത്രിക്കുന്നതിനായി GRAP 4 മാനദണ്ഡങ്ങൾ ഡൽഹിയിൽ കർശനമായി തന്നെ ഇത്തവണ പൂർണ്ണതോതിൽ നടപ്പാക്കിയിരിക്കുകയാണ് ഇന്നലെ മുതൽ. എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇതുവരെയും അത് ഫലം കണ്ടിട്ടില്ല. ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്കനുസരിച്ചും 493 വായുഗുണ നിലവാര നിരക്ക്. അത് 400 മുകളിൽ എത്തിയാൽ തന്നെ ഗുരുതര വിഭാഗമായാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് 900 മുകളിൽ ചില കേന്ദ്രങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതും ഈ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ട്.
നൽകിയിട്ടുണ്ട്. അതേസമയം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. വാഹനങ്ങൾക്ക് നിയന്ത്രണം, കൂടാതെ ആളുകൾക്ക് മുന്നറിയിപ്പുകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ. അതേസമയം പുകമഞ്ഞാണ് ഏറ്റവും കൂടുതൽ ജനജീവിതത്തെ ബാധിക്കുന്നത്. രാവിലെ ഏതാണ്ട് 4 മണിക്കൂറോളം സമയം ഗതാഗതം പോലും അസാധ്യമാക്കുന്ന സാഹചര്യം ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. ഈ ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഏറ്റവും ഗുരുതര സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പുകമഞ്ഞിനെ തുടർന്ന് നിരവധി അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ എക്സ്പ്രസ് വേയിൽ നിരവധി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സമാനമായി ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം 4 ബസ്സുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജനജീവിതത്തെ അതിരൂക്ഷമായി തന്നെ ഇത് ബാധിച്ചിരിക്കുകയാണ്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിലെ ആദ്യ സെമി ഫൈനലിൽ കണ്ണൂർ വാരിയേഴ്സിന് ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കാലിക്കറ്റ് FC എതിരില്ലാത്ത ഒരു ഗോളിനാണ് കണ്ണൂർ FC കീഴടക്കിയത്. 71 മിനിറ്റിൽ ഇസിയർ ഗോമസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി മുഹമ്മദ് സിനാൻ കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കുകയായിരുന്നു. ആദ്യമായാണ് കണ്ണൂർ FC ഫൈനൽ യോഗ്യത നേടിയത്. ഇന്ന് തൃശൂരിൽ നടക്കുന്ന രണ്ടാം സെമിയിൽ തൃശൂർ മാജിക് FC മലപ്പുറം FCയെ നേരിടും. ഈ മാസം 19-ന് കണ്ണൂരിലാണ് ഫൈനൽ. ശബരിമലയിൽ തിരക്ക് കുറഞ്ഞു. 65,000 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. രാവിലെ 6 മണിവരെ 21,161 പേർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി 3,377 പേരാണ് എത്തിയത്. സുജിത് സുരേന്ദ്രൻ ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുജിത്, ഗുഡ് മോർണിംഗ്. സുജിത്, ഇപ്പോൾ തിരക്ക് കുറവ് എന്നാണോ? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സന്നിധാനത്ത് രാവിലെ തിരക്കൽപ്പം കുറവുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്നലെയും മെനഞ്ഞാന്നും സന്നിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയായിരുന്നു രാവിലെ അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് ആ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് ഈ തീർത്ഥാടന കാലത്തിലെ ഏറ്റവും തിരക്ക് കുറഞ്ഞ ദിവസങ്ങളെന്ന് വേണമെങ്കിൽ ഇന്നലത്തെ ദിവസങ്ങളെ വിശേഷിപ്പിക്കാം. ഇന്നലെ 65,632 പേരാണ് ദർശനത്തിനെത്തിയത്. ഇന്ന് പുലർച്ചെ ഇതുവരെ 25,174 പേരാണ് ദർശനം നടത്തിയത്. അതായത് 7 മണി വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 25,174 പേരാണ് സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. സ്പോട്ട് ബുക്കിംഗ് വഴി 3,962 പേരാണ് ഇതുവരെ ഇന്ന് ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ തിരക്ക് വലിയ രീതിയിലുള്ള ഒരു ചെറിയ രീതിയിൽ പലയിടത്തും തിരക്ക് നടപ്പന്തലിലൊക്കെ തന്നെ തിരക്ക് കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഏതായാലും രാവിലെയും കഴിഞ്ഞ ശനിയും ഞായറും ഒക്കെ തന്നെ അവധി ദിവസങ്ങളിൽ സാധാരണ തിരക്ക് കുറയുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ സന്നിധാനത്ത് ദൃശ്യമാകുന്നത്. ഏതായാലും ഇന്നിപ്പോഴും രാവിലെ ഉഷപൂജയിലേക്ക് എത്തുമ്പോൾ 25,000-ഓളം ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയിരിക്കുന്നത്. ഉന്മേഷ്. ശരി, സുജിത് സുരേന്ദ്രനാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്.